IFFK വേദിയിൽ ആദ്യമെത്തിയത് വിദ്യാർത്ഥിയായി, പിന്നീട് അഭിനേത്രി, ഇപ്പോൾ സംവിധായികയും. സ്വപ്നം കണ്ട സിനിമ കൈപ്പിടിയിലൊതുക്കിയ സന്തോഷത്തിലാണ് ആദിത്യ ബേബി. അതിനപ്പുറം തന്റെ സിനിമയായ അബ്രോസിയ പ്രേക്ഷകർ ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിലും. കാഞ്ഞങ്ങാട് നിന്നും ചെന്നൈ വരെയുള്ള ദൂരം. സിനിമ സ്വപ്നം കണ്ടു വളർന്ന ഒരു സാധാരണ പെൺകുട്ടിക്ക് ആ ദൂരം താണ്ടാൻ കുറച്ചധികം പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ കണ്ട സ്വപ്നം കൈവിട്ടതേയില്ല. പ്രതീക്ഷയോടെ, ആത്മവിശ്വാസത്തോടെ, അതിനപ്പുറം ധൈര്യത്തോടെ സിനിമയെന്ന സ്വപ്നം താണ്ടി. ചെറുപ്പം തൊട്ടേ അഭിനയത്തോടിഷ്ടം. ആദ്യകാലങ്ങളിൽ നാടകങ്ങളിൽ, പിന്നീട് ഡ്രാമ സ്കൂളും സിനിമാ സൗഹൃദവും. എനിക്കിത് ചെറുപ്പം മുതലുള്ള വളരെ വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുക, സംവിധാനം ചെയ്യുക എന്നുള്ളത്. ഒരു അൾട്ടിമേറ്റ് ഗോളായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമയെന്ന സ്വപ്നം പണ്ട് മുതലേ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ടൊരു മറുപടി ഇല്ല. IFFK വേദിയിൽ ആദ്യം എത്തുന്നത് അഭിനേത്രിയായി, ഇന്ന് സംവിധായികയും. ഫസ്റ്റ് IFFKയിൽ ഞാൻ വരുന്ന സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു, അതും 27th എഡിഷനിൽ. ആ ടൈമിലാണ് ഞാൻ IFFK ആദ്യമായിട്ട് കാണുന്നത്. അതിന് ശേഷം നമ്മൾ നീലമുടി ചെയ്യുകയും നമ്മളിവിടെ ഞാൻ ആക്ട്രസ്സായിട്ട് ഇവിടെ എത്തുകയും ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇയർ ഇതേപോലെ തന്നെ ക്യൂപ്പിഡ് സോ ദ സ്റ്റാർ എന്ന സിനിമ എൻ്റെ ഡെബ്യൂ ആയിരുന്നു, അതുമായിട്ട് ഈ വേദിയിലെത്തി. പിന്നെ അതേപോലെ തന്നെ ഇക്കൊല്ലം ആംബ്രോസി എന്ന സിനിമയായിട്ട് വീണ്ടും അതും ഇത് നമ്മുടെ 3rd കോൺസിക്യൂട്ടീവ് ഇയർ ആണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആദിത്യ എത്തിയത് ആംബ്രോസിയ എന്ന ചിത്രവുമായാണ്. കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, സിനിമ തന്നെ രാഷ്ട്രീയമാക്കുന്ന സിനിമാക്കാരി. റെസ്റ്റോറൻറ്റിനുള്ളിലെ കിച്ചൺ ആൻഡ് ഡൈനിങ് പോർഷനാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ 2 പോർഷനുകളും ഒരു മതിൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ അധ്വാനത്തിന്, അവരുടെ വേർപ്പിൻ്റെ ബാക്കിയായിരിക്കും ഇവർ കഴിക്കുന്നത്. ഇവർക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ട്, പക്ഷേ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നു. ആംബ്രോസിയയുടെ രാഷ്ട്രീയം തന്നെയാണ് ആദിത്യയെ സിനിമാക്കാരിയാക്കിയത്. സിനിമ സ്വപ്നം കണ്ട മുതൽ, സിനിമ ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഉറച്ച ശബ്ദത്തോടെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ എന്നും ചേർത്ത് വെക്കാനുള്ള ശ്രമം ഈ സിനിമാക്കാരിയിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കേവലം റെസ്റ്റോറൻറ്റോ ഭക്ഷണമോ എന്ന കോൺസെപ്റ്റിനപ്പുറത്തേക്ക് ഏത് സിനാരിയോയിൽ പ്ലേസ് ചെയ്താലും ആരാണ് തയ്യാറാക്കുന്നത്, ആരാണ് വിളമ്പുന്നത്, ആരാണിത് ഭക്ഷിക്കുന്നത്, ഈ ഒരു ചോദ്യമാണ് സിനിമ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അഭിനേത്രിയായി, പിന്നീട് സംവിധാനത്തിലൂടെ. 3ാം തവണ IFFK വേദിയിലെത്തിയത് അഭിനയവും സംവിധാനവും ഒരുമിച്ചായി. ആംബ്രോസിയ സിനിമയിലൂടെ ആദിത്യ ബേബി തൻ്റെ സ്വപ്നമാണ് കാഴ്ചവെച്ചത്. ഇനി പോകുന്നത് ബിഗ് സ്ക്രീനിലേക്കാണ്. അടുത്ത തവണ ഇതിലും വലിയ സ്വപ്നങ്ങളുമായാണ് ആദിത്യ ബേബി ഇവിടേക്ക് വരിക. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.